ഇന്നത്തെ നമ്മുടെ റെസിപ്പി ചക്ക ചിപ്സാണ്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ചിപ്സ് ഉണ്ടാക്കണമെന്ന് നോക്കാം. അപ്പോൾ അധികം ബുദ്ധിമുട്ടൊന്നുമില്ല, നല്ല ഈസി ആയിട്ട് തന്നെ നമുക്ക് തയ്യാറാക്കാവുന്ന ഒന്നാണ്. പിന്നെ നമ്മളിതിൽ വറുക്കാൻ എടുക്കുന്ന ചക്ക സെലക്ട് ചെയ്യുമ്പോഴാണ് ശ്രദ്ധിക്കേണ്ടത്. അതുപോലെ തന്നെ നല്ല മൂത്ത ചക്ക നോക്കി എടുക്കുക. അപ്പോൾ നമുക്ക് ഒരു കുഴപ്പമില്ലാണ്ട് നല്ല സുഖമായിട്ട് തന്നെ ചക്ക വറുത്തെടുക്കാം. നമുക്കിതെങ്ങനെ ചെയ്യണമെന്ന് നോക്കാം. അപ്പോൾ നമ്മൾ ചക്ക വെട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഇതുപോലെയുള്ള ഈ ഭാഗം ഇങ്ങനെ ചെത്തി കളയണം, എന്നാലേ നമുക്ക് കറക്റ്റായിട്ടത് കിട്ടുള്ളൂ. അതുപോലെ തന്നെ നേരത്തെ വെട്ടിയതൊക്കെ നമുക്ക് നല്ല ഈസി ആയിട്ടൊക്കെ തോന്നും. അത്ര ഈസിയുള്ള കാര്യമൊന്നുമല്ല, കാരണം എനിക്കത് അത്ര നന്നായിട്ട് അറിയുന്നില്ല കേട്ടോ. അപ്പോൾ അത് നല്ല ഭംഗിയായിട്ട് ഇതേപോലെ ചെയ്താലാണ് നമുക്ക് ഇതിൻ്റെ ഇതൊന്നും പൊട്ടാണ്ട് കിട്ടുള്ളൂ. കറക്റ്റ് നീളത്തിൽ കിട്ടണം എന്നുണ്ടെങ്കിൽ ഇതേപോലെ വെട്ടിയെടുക്കണം. അപ്പോൾ ആ ചക്കക്കുരു ഒന്നും പൊട്ടൂല്ല, നല്ല കറക്റ്റായിട്ട് കിട്ടും. ഇല്ല നമ്മൾ അറിയാത്തവരാണെങ്കിൽ 4 പീസാക്കി വെട്ടനേ പാകുള്ളൂ, വേറെ പാകൊന്നുമില്ല. ഇതുപോലെ നമ്മൾ പറിച്ചിടുക. അപ്പോൾ ഇതിൻ്റെ ഈ ചവണി ഇതിനങ്ങനെയല്ലേ പറയുക, അതൊക്കെ കളയണം. ഇതൊക്കെ കളയണം. നമുക്ക് കായ വറുത്തതിൻ്റെ പോലെയുള്ള ബുദ്ധിമുട്ടുകളൊന്നുമില്ല. നമ്മളത് മഞ്ഞപ്പൊടി വെള്ളത്തിലിട്ട് അങ്ങനെയൊന്നും ചെയ്യേണ്ട. ഇത് വെള്ളം നനയ്ക്കാനേ പാടില്ല. നമ്മൾ നല്ല ഭംഗിയായിട്ട് ഇതുപോലെ പറിച്ചെടുക്കുക. അതിന് ശേഷമാണ് നമുക്കിനി നീളത്തിൽ അരിയേണ്ടത്. മുമ്പ് നമുക്ക് ഇതുപോലെ പറിച്ചെടുക്കും. അപ്പോൾ ഞാനിവിടെ ഓൾറെഡി എല്ലാവരും കൂടി പറിച്ചിട്ട് അങ്ങനെയൊക്കെ എടുക്കുന്നുണ്ട്. ഇനി നമ്മൾ ഇതിൻ്റെ ഈ ഭാഗമെല്ലാം അങ്ങനെ കളയണം. ഇതെല്ലാം കളഞ്ഞതിന് ശേഷം ഈ ഭാഗത്തൊക്കെ ഒത്തിരി കനം കൂടുതലായിരിക്കും. അപ്പോൾ നമുക്ക് വറുത്ത് കിട്ടുമ്പോൾ കറക്റ്റായിട്ട് കിട്ടില്ല. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഈ ഭാഗവും ഈ തലഭാഗവും ചെത്തിക്കളയുക. അതിന് ശേഷം അപ്പോൾ പല ചക്കകൾ പല ഇതായിരിക്കും. ഇത്തിരി കനം കൂടിയതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലർക്ക് അതായിരിക്കും താല്പര്യം ഉണ്ടാവുക, അതായിരിക്കും വറുക്കുമ്പോൾ ടേസ്റ്റ് ഉണ്ടായിരിക്കുക. ചിലത് തീരെ കനം കുറഞ്ഞായിരിക്കും, അപ്പോൾ നന്നായി വീർത്ത് വരും. എന്നിട്ട് ഇതേപോലെ എല്ലാം ഒരേ സൈസാക്കിയിട്ട് ഇതുപോലെ മുറിച്ചെടുക്കാം. ഇല്ലേ, ഇതുപോലെ എല്ലാ ഭാഗവും ഒരേ കനായാലാണ് നമുക്ക് കറക്റ്റായിട്ട് കിട്ടുള്ളൂ. അപ്പോൾ ഈ കടയും തലയും നന്നായിട്ട് ചെത്തി കളഞ്ഞതിന് ശേഷം ഇതുപോലെ ചെറുതാക്കി അരിയാം. നമ്മളിവിടെ ഒരു ഇതെല്ലാം ആക്കി വെച്ചിട്ടുണ്ട്. നമുക്കിത് വറുത്തെടുക്കാം. അപ്പോൾ കായ വറുത്തത് ചെയ്ത പോലെ തന്നെ നമ്മൾ അതിനകത്ത് കുറച്ച് ഒരു ഗ്ലാസ്സിൽ കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂട്ടിയിട്ടുള്ള വെള്ളം തയ്യാറാക്കി വെക്കുക മുമ്പ് തന്നെ. നമുക്ക് എടുക്കാം. ഇനി നമുക്കൊരു ഉള്ളി വെച്ച് കൊടുക്കാം. അപ്പോൾ ഒരു പരന്ന പാത്രമാണെങ്കിൽ ഇപ്പോൾ അത്യാവശ്യം ഞാൻ ഇപ്പോൾ ഇവിടെ ഒരു ചക്ക എടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ലോണം തന്നെ ഉണ്ട്. അപ്പോൾ നമുക്കത് ഇതായിട്ട് വറുത്തെടുക്കണമെങ്കിൽ വലിയ പാത്രമായിരിക്കും നന്നാവുക. അപ്പോൾ ഞാൻ ഉള്ളി എടുത്തിരിക്കുന്നത് പരന്ന പാത്രത്തിൽ വറുത്തെടുക്കുകയായിരിക്കും നമുക്ക് കൂടുതൽ സൗകര്യം ഉണ്ടാവുക. പിന്നെ ഇപ്പോൾ ഞാൻ ഇതിൽ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇതൊന്നും ചൂടായി വരട്ടെ. അപ്പോഴേക്കും നമുക്ക് മഞ്ഞൾപ്പൊടി ഉപ്പും കലക്കിയിട്ടുള്ള വെള്ളം തയ്യാറാക്കാം. നമ്മളൊരു ഗ്ലാസ് വെള്ളം എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഏകദേശം ഒരു 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. പിന്നെ നമുക്ക് 1 ടീസ്പൂൺ ഉപ്പ് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് അതിന് ശേഷം നമ്മൾ ഉപ്പ് നോക്കണം. ഉപ്പ് നോക്കിയതിന് ശേഷം അപ്പോൾ ഉപ്പ് അത്യാവശ്യം നല്ലോണം ഇതായിട്ട് നിൽക്കണം, എന്നാലും നമ്മൾ കുറച്ച് അല്ലെങ്കിൽ ഒരുപാട് വെള്ളം ഒഴിച്ച് കൊടുക്കേണ്ടി വരും. അപ്പോൾ കുറച്ച് അധികം ഉപ്പിട്ട് കൊടുത്തേക്കാം. അപ്പോൾ ഇതിൽ അത്യാവശ്യം ഉപ്പുണ്ട്, ഇത്ര ഉപ്പ് മതി. നമ്മുടെ ഓയിൽ നന്നായി തിളച്ച് വന്നതിന് ശേഷം മാത്രം നമ്മൾ ഇട്ട് കൊടുക്കാൻ പാടുള്ളൂ, അല്ലെങ്കിൽ എണ്ണ പിടിക്കുക. എന്തെങ്കിലും അത്യാവശ്യം ചക്ക വറുത്തതിലേക്ക് എണ്ണ പിടിക്കുക. അപ്പോൾ നമ്മൾ പേപ്പറിലേക്ക് ഇട്ട് കൊടുത്താൽ മതി. നമുക്കത് ആയിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് നോക്കി നോക്കാം. അതായിട്ടുണ്ട്, നമുക്കിനി ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുക്കുമ്പോഴൊക്കെ ശ്രദ്ധിച്ചിട്ട് കൊടുക്കുക. ഇതിനകത്ത് ഒരു തരി പോലും വെള്ളം പാടില്ല കേട്ടോ. വെള്ളം എന്താ വെച്ച് കഴിഞ്ഞാൽ പൊട്ടിത്തെറിക്കും. ഇട്ട് കൊടുക്കും. തീരെ വെള്ളമില്ലാണ്ടിങ്ങനെ എടുത്തത്, പക്ഷേ എങ്ങനെയോ അവിടേക്ക് വെള്ളത്തിൻ്റെ അല്ല, ചിലപ്പോൾ മുളഞ്ഞിലും അതുണ്ടെങ്കിലും ഇതുപോലെ പൊട്ടിത്തെറിക്കും. അപ്പോൾ പൊട്ടിത്തെറിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കൈമയ്ക്കൊക്കെ അത്യാവശ്യം കിട്ടും. കണ്ടില്ലേ, ഇതെനിക്കൊരു ഇത് കിട്ടിയത് തന്നെയാണ്. നമ്മൾ അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉണ്ണിയപ്പം ഉണ്ടാക്കിയതാണ്. അപ്പോൾ കിട്ടിയ സംഭാവനയാണിത്. പിന്നെ ഞാനത് ഇട്ടില്ല, അതുകൊണ്ട് നമ്മളതിങ്ങനെ എപ്പോഴും ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുന്നു വേണ്ട. കുറച്ച് നേരം കഴിഞ്ഞതിന് ശേഷം നമ്മളൊന്ന് ജസ്റ്റ് ഇതുപോലെ അങ്ങനെ ഇളക്കി കൊടുത്താൽ മതി. അല്ലാണ്ട് എപ്പോഴും ഇളക്കി കൊടുക്കാൻ പാടില്ല. എണ്ണയിൽ നന്നായിട്ട് മുങ്ങി കിടക്കണം. ആ ഒരു പാകത്തിന് മാത്രം ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. അധികം ഇട്ട് കൊടുക്കാൻ പാടില്ല, അപ്പോൾ എല്ലാ ഭാഗത്തും ഇതുപോലെ ആവില്ല. ഒന്ന് കുറച്ച് നേരം കിടന്ന് ആയി വരട്ടതിന് ശേഷം നമുക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കാം.
ഇതിന് നമ്മൾ ലോ ഫ്ലെയിം എന്നൊന്നും പറയില്ല, നല്ല ഹൈ ഫ്ലെയിമിൽ തന്നെ തീ നല്ല മസ്റ്റാണ്, എന്നാലാണ് കറക്റ്റായിട്ട് ഫ്രൈ ആയി വരുള്ളൂ. തീ കുറഞ്ഞു വേണമെങ്കിൽ ഇതിൽ എണ്ണ കുടിക്കും. അപ്പം അത് കാരണം തന്നെ നല്ല ഹൈ ഫ്ലെയിമിൽ തന്നെ ഇട്ട് വറുത്തെടുക്കുക. അതുപോലെ തന്നെ നല്ല മൂത്ത ചക്ക നോക്കിയിട്ട് വേണം നമ്മൾ വറുക്കാൻ. മൂപ്പ് കുറവുണ്ട് വെച്ചെങ്കിൽ ചക്ക വറുത്താൽ കറക്റ്റായിട്ട് ഇരിക്കില്ല. മൂപ്പ് ഇതായിട്ട് നന്നായി പഴുത്ത പുളി വെച്ചതാണെന്ന് വെച്ചെങ്കിലും അത്ര കറക്റ്റായി. ചെറിയൊരു പുളി ഉണ്ട് വെച്ചെങ്കിൽ ടേസ്റ്റ് കൂടും. പക്ഷെ നമുക്കത് ഒരുപാട് നാളൊന്നും എടുത്ത് വയ്ക്കാൻ പറ്റില്ല. പക്ഷേ അതിൻ്റെ ടേസ്റ്റ് ഞാൻ പുളിച്ച ചക്ക വറുത്തിട്ടുണ്ട്. ഒരുപാട് പുളിച്ചതല്ല കേട്ടോ, നൈസായിട്ട് പുളിച്ച ചക്ക വറുത്തിട്ടുണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് തന്നെയാണ്. പക്ഷെ അത് നമുക്ക് എടുത്ത് വയ്ക്കുമ്പോൾ കറക്റ്റായിട്ട് കിട്ടില്ല. നന്നായി കുറച്ച് കാലം എടുത്ത് വയ്ക്കണമെന്ന് വെച്ചെങ്കിൽ നന്നായി മൂത്തതും എന്നാൽ പുളിക്കാത്തതുമായ ചക്ക നല്ല ഉപയോഗിക്കണം, നല്ല കറക്റ്റായിട്ട് കിട്ടുള്ളൂ. ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. പാകമായി വന്നിട്ടില്ല, നമ്മൾ ഇളക്കുമ്പോൾ നല്ല ഒരു കലകല ശബ്ദം കേൾക്കണം. അപ്പോഴാണ് അതിൻ്റെ കറക്റ്റ് പാകമായി വരുള്ളൂ. കുറച്ച് നേരം കൂടി കിടക്കട്ടെ. അപ്പം നമ്മൾ ഇളക്കി കൊടുക്കുമ്പോൾ ചെറിയൊരു ശബ്ദമൊക്കെ ഉണ്ട്, എന്നാലും ഇതായിട്ടില്ല. ഇതിൻ്റെ ആ ഒരു വല്ലാതെയുള്ള ആ പതയൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഒന്ന് മാറി വരണം, എന്നാലാണ് കറക്റ്റായിട്ട് ആയി വരുള്ളൂ. അപ്പം അതൊന്നാവട്ടെ. അതിന് ശേഷം നമുക്ക് മഞ്ഞൾപ്പൊടി വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. കണ്ടില്ലേ, ഇപ്പോൾ ശബ്ദമൊക്കെ കേൾക്കുന്നുണ്ട്, ബട്ട് ഇതായിട്ടില്ല. കുറച്ച് നേരം കൂടി ഒന്ന് ആയി വരട്ടെ. ഇപ്പോൾ നമ്മളത് ആയി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ആ വല്ലാതെയുള്ള പതയൊക്കെ ഒന്ന് വറ്റി വന്നിട്ടുണ്ട്. നമുക്ക് ഉപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. നന്നായി ഇളക്കി കൊടുക്കണം കേട്ടോ. നമ്മൾ ആക്കി വെച്ചതിന് ശേഷം ഇത് മുകളിലേക്ക് മഞ്ഞൾപ്പൊടി വെള്ളം, മഞ്ഞൾ മുകളിൽ പൊന്തി വന്ന് എടുത്തിട്ട് നമ്മൾ നന്നായി ഇളക്കി കൊടുത്തതിന് ശേഷമാണ് ഒഴിക്കാൻ പാടുള്ളൂ. അപ്പോൾ ആദ്യത്തെ പ്രാവശ്യമായ കാരണം നമ്മളൊരു 2-3 ടീസ്പൂൺ ഞാൻ ഒഴിച്ചു കൊടുക്കും. 4 ടീസ്പൂൺ ഒഴിച്ചു കൊടുക്കാം. ഇനി ഈ പതയും ഇതൊക്കെ ഒന്ന് ഈ ശബ്ദമൊക്കെ മാറി വന്നതിന് ശേഷമാണ് നമ്മളത് എടുക്കാൻ പാടുള്ളൂ. അപ്പോഴാണ് കറക്റ്റായിട്ട് ആവുള്ളൂ. അപ്പോൾ ഇത് നമ്മളൊരു 4 ടീസ്പൂണാണ് ഒഴിച്ചു വെക്കുന്നത്. അപ്പോൾ ഇതൊരു കറക്റ്റ് അളവ് കണക്കൊന്നും പറയാൻ പറ്റില്ല. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏകദേശം ഒരു 4 ടീസ്പൂൺ നമ്മൾ ഉപ്പ് ഇട്ടതിൻ്റെ ആ ഒരു കണക്ക് വെച്ചിട്ടാണ് ഞാൻ പറയുന്നത്. കഴിച്ചു നോക്കിയിട്ട് പറയാൻ കൂടുതലുണ്ടോ ഇല്ലയെന്ന്. അപ്പോൾ നമ്മൾ ഒരു പ്രാവശ്യം ഉണ്ടാക്കി നോക്കിയിട്ട് കഴിച്ചു നോക്കാം. അതിനകത്ത് ഉപ്പ് കൂടുതലുണ്ടെന്നുണ്ടെന്ന് വെച്ചെങ്കിൽ അടുത്ത പ്രാവശ്യം ഇത്രയ്ക്ക് ഒഴിച്ചു കൊടുക്കേണ്ട. അല്ലെങ്കിൽ നമ്മൾ ആദ്യം ഒഴിച്ചു കൊടുത്ത അത്ര അളവ് പിന്നീട് ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. കാരണം നമ്മൾ ഒഴിച്ച ഉപ്പിൻ്റെ ഇതൊക്കെ ആ എണ്ണയിൽ പിടിച്ചിട്ടുണ്ടായിരിക്കും. അപ്പോൾ അടുത്തേക്കൊക്കെ അത് പിടിച്ച് വരും. അപ്പോൾ നമ്മൾ ആദ്യം ഒഴിച്ചു കൊടുക്കുന്ന ഉപ്പ് വെള്ളത്തിൻ്റെ അത്രയ്ക്ക് വെള്ളം പിന്നീട് ഉള്ളതൊന്നും ഒഴിച്ചു കൊടുക്കേണ്ട, അല്ലെങ്കിൽ ഉപ്പ് കൂടിപ്പോകും. അത് കാരണം കുറച്ച് ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇത് ഏകദേശം നന്നായി വറ്റി വരട്ടെ. ഇതിൽ ഒട്ടും ശബ്ദമില്ലാതെ നമ്മൾ ആദ്യം ചെയ്ത പോലെ തന്നെ ഈ പതയെല്ലാം വറ്റി വന്നതിന് ശേഷം എടുത്തപ്പോഴാണ് അതിൻ്റെ കറക്റ്റ് പാകമായി വരും. വെള്ളം വറ്റി വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഇതിപ്പം മഞ്ഞൾപ്പൊടി ഒഴിച്ച് കൊടുത്തിട്ടും ഇത് അത്ര കളറങ്ങൾ വന്നിട്ടില്ല. കാരണം എന്താ വെച്ചാൽ ഇതിങ്ങനെ വെളുത്ത, ഇപ്പോൾ ചക്കകൾക്ക് പല കളറുണ്ട്. അപ്പോൾ വെളുത്ത ചക്കീൻ്റെ ആയിരിക്കും, ചില ചക്കകൾ ഓൾറെഡി ഇങ്ങനെ മഞ്ഞ നിറത്തിലുള്ളതായിരിക്കും. അപ്പോൾ നല്ലൊരു കളർ കിട്ടും. ഇതിപ്പോൾ അത്ര അങ്ങോട്ട് കളറൊന്നും കിട്ടിയിട്ടില്ല നമുക്ക്, കാരണം അതങ്ങനെ ഒരു വെളുത്ത ചക്കയാണ്. അപ്പോൾ അത് കാരണമാണ്. ഇതിലെ വെള്ളമൊക്കെ വെറ്റി വരട്ടെ, കുറച്ചും കൂടി ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ ശബ്ദമൊക്കെ മാറിയിട്ടുണ്ട്. നമുക്കത് കോരിയെടുക്കാം. അതുപോലെ കോരി അങ്ങ് ഇട്ട് കൊടുക്കുക. അതിന് ശേഷം ഒരു ടിഷ്യൂ പേപ്പറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ടെന്ന് വെച്ചെങ്കിൽ ഇതിലെ എണ്ണയൊക്കെ നന്നായി പോയി കിട്ടും. നമുക്കൊരു ടിഷ്യൂ പേപ്പറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതുപോലെ ബാക്കിയുള്ളതും കൂടി നമുക്ക് വറുത്ത് നമ്മുടെ ചക്ക വറുത്തതെല്ലാം തയ്യാറായിട്ടുണ്ട്. കണ്ടില്ലേ, നമുക്ക് ഈസി ആയിട്ട് തന്നെ തയ്യാറാക്കാവുന്ന ഒന്നാണ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. അടുത്ത റെസിപ്പിയുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക്